നിങ്ങൾ അറിഞ്ഞോ? സർക്കാരും തട്ടുകട തുടങ്ങുന്നു. കേരളത്തിലെ സംരംഭങ്ങളുടെ കൂട്ടത്തിൽ ഇനി തട്ടുകടയും ഇടം പിടിക്കും. കുറഞ്ഞ വിലയ്ക്ക് രുചിയേറിയ അത്താഴ വിഭവങ്ങൾ ലഭിക്കുന്ന സുഭിക്ഷ തട്ടുകടകൾ തുടങ്ങാനുള്ള പദ്ധതിയാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആവിഷ്കരിക്കുന്നത്. സ്വാശ്രയ സംഘങ്ങൾക്ക് കടകൾ തുറക്കാൻ മുൻഗണന ലഭിക്കും. കുടുംബമായും സുഹൃത്തുക്കൾക്ക് ഒപ്പവും പുറത്തുപോയി അത്താഴം കഴിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് കണക്കിലെടുത്താണ് ഭക്ഷ്യവകുപ്പ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. വൃത്തിയുള്ള പരിസരം, ആരോഗ്യകരമായ ഭക്ഷണം, ഇതാണ് ജനകീയ സർക്കാർ തട്ടുകട വാഗ്ദാനം ചെയ്യുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സപ്ലൈകോ വഴി വിലക്കുറവിൽ ലഭിക്കും. പ്രാരംഭ പ്രവർത്തനത്തിനായി 5 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ 2ാം ഘട്ടമായി കുറഞ്ഞ വിലയ്ക്ക് അത്താഴം ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 1ാം ഘട്ടമായി 47 സുഭിക്ഷ ഹോട്ടലുകൾ തുടങ്ങിയിരുന്നു. 20 രൂപയ്ക്കാണ് ഇവിടെ സാമ്പാർ, തോരനും അച്ചാറും ഒക്കെയുള്ള ഊണ് കൊടുക്കുന്നത്. ഹോട്ടലുകളിൽ അമിതമായി വില ഈടാക്കുന്നുവെന്ന പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് തട്ടുകടകൾ എന്ന പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആലോചിച്ചത്. മറ്റു ഭക്ഷണശാലകളെ അപേക്ഷിച്ച് 30% വരെ വിലക്കുറവിൽ നൽകാനാണ് ശ്രമം. ഭക്ഷണപ്രേമികളെ ആകർഷിക്കാൻ കോംബോ ഓഫറുകളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. നഗരത്തിലൊക്കെ വൈകുന്നേരം മുതൽ തട്ടുകടകൾ സജീവമാകും. തിരുവനന്തപുരത്ത് കേശവദാസപുരം മുതൽ പരുത്തിപ്പാറ വരെ MG കോളേജിന്റെ മതിലിനോട് ചേർന്ന തട്ടുകടകളാണ്. എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ ഇവിടെ ചായയും പൊരിയും മുതൽ തുടങ്ങും. സന്ധ്യയാകുമ്പോഴേക്കും ഒരു ഫുഡ് കോർട്ടിന്റെ മാതൃകയിലാകും. 50ഓളം തട്ടുകടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലായിടത്തും നല്ല തിരക്കാണ്. ജോലിക്കാർക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. ഇഷ്ടപ്പെട്ട ആഹാരം ചൂടോടെ കിട്ടും. പിന്നെ വിലയുടെ കാര്യത്തിൽ പലർക്കും പല വിലയാണ്. ചില കടക്കാർ ആഹാരം പാകം ചെയ്തു കൊണ്ടുവന്ന് ചൂടാക്കി കൊടുക്കുന്നുവെന്ന പരാതി ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും ഭക്ഷണം കഴിക്കാൻ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും പ്രശ്നമല്ല. ദോശയും ചമ്മന്തി മുതൽ പാനിപ്പൂരി വരെ ഇവിടെ കിട്ടും. ഈ തട്ടുകടകൾ കൊണ്ട് എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കണം.